ശ്രീ സേതു, ഒപ്പം ഇപ്പോൾ നമുക്കിപ്പോൾ ക്രാഫ്റ്റുള്ള എഴുത്തുകാർ, അതിപ്പോൾ നോവൽ സാഹിത്യത്തിലാണെങ്കിലും ചെറുകഥാ സാഹിത്യത്തിലാണെങ്കിലും വേറെയുമുണ്ട്. MT വ്യതിരിക്തനാക്കുന്നത് എന്തായിരിക്കും? അദ്ദേഹം കേരളത്തിലെ മലയാളത്തിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള റൈറ്റർ ആയത് എന്തുകൊണ്ടായിരിക്കും താങ്കൾ ഒരു എഴുത്തുകാരൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ? അല്ലല്ല, ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഈ തകഴിയുടെയൊക്കെ കാലഘട്ടത്തിന് ശേഷം ഒരു കുടഞ്ഞു മാറ്റം ആവശ്യമായിരുന്നു. കാരണം ഈ റിയലിസത്തിൻ്റെ ഇതിന് ശേഷം വല്ലാത്തൊരാഘോഷമായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ വന്നപ്പോൾ 60കളിൽ വന്നപ്പോൾ തകഴിയും കേശവദേവിക്ക് എന്ത് ബഹളം ഉണ്ടാക്കിയെന്നറിയോ? കേശവദേവും ഞാനൊരു സ്റ്റേജിൽ വന്നപ്പോൾ അലറുകയായിരുന്നു അവരൊക്കെ. കാരണം ഞങ്ങളുടെ സിംഹാസനം പിടിച്ചെടുക്കാൻ വന്നവരാണ്. പക്ഷെ അവർ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് യാതൊരു ബഹളമില്ലാതെ സ്വസ്ഥമായിട്ടിരുന്ന് മനുഷ്യനോട് നേരിട്ട് സംബന്ധിച്ചിരുന്ന ആളായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഈ ആധുനികതയുടെ വേലിയേറ്റത്തിൽ MTക്ക് എന്താ തോന്നിയെന്ന് പറഞ്ഞു. അപ്പം ഈ തകഴി കേശവദേവ് ഉണ്ടാക്കിയ വല്ലവർ ബഹളം അദ്ദേഹം കൂട്ടിയില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് യാതൊരു പരിഭ്രമം ഉണ്ടായിരുന്നില്ല. എൻ്റെ നില എവിടെയാണ് കാലിൽ മണ്ണിൽ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ 2-3 കാര്യം കൂടി, ഇദ്ദേഹം അസാമാന്യമായിട്ട് വായിച്ചിരുന്നു. അപ്പോൾ NP മുഹമ്മദും MT ആണ് എന്നോട് ഏറ്റവും പുതിയ പുസ്തകങ്ങളെ പറ്റി പറഞ്ഞിരുന്നത്. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ സ്വാധീനിച്ചിരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചിരുന്നു നേരിട്ട്, നിങ്ങൾ മാർക്സിനെ പറ്റി ആദ്യമേ പറഞ്ഞു, ജോസെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ വിശ്വസാഹിത്യത്തിലെ എല്ലാ മഹാന്മാരെ പറ്റി ആദ്യം പറയുന്ന MT ആണ്, അല്ലെങ്കിൽ NP മുഹമ്മദാണ്. പക്ഷേ ഈ എഴുത്തിൽ അദ്ദേഹം ഈ നിളയും കുഴലൂരും തന്നെയാണ്. അപ്പം അദ്ദേഹം എഴുത്തിൽ ഇവരൊക്കെ സ്വാംശീകരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഒരു കാലഘട്ടത്തിലും അനുകരണത്തിന് പോയില്ല. പിന്നെ ഒരു കാര്യം കൂടി, രാജശേഖരൻ മറ്റേ പാണ്ഡവരത്തിൻ്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞു. അതൊരു വലിയ സംഭവമായിരുന്നു. അത് വാസ്തവത്തിൽ 76 MT ഒരു കാലഘട്ടത്തിൽ മാതൃഭൂമിയിൽ നിന്ന് മാറിയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ എന്നെ ഒരു ദിവസം തിരുവനന്തപുരത്ത് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അന്ന് എനിക്ക് ഡയറക്റ്റ് ഫോണില്ല, ഓഫീസിലെ ജനറൽ ഫോണിൽ. അപ്പോൾ MT ചോദിക്കുകയാണ്, സേതു നോവൽ കയ്യിലുണ്ടോ? ഒരു മാതൃഭൂമി പത്രാധിപർ ഒരു കാലത്തും ഒരു എഴുത്തുകാരൻ്റെ ചോദിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, MT എന്താ ചോദിക്കുന്നത്? എന്നെക്കൊണ്ട് അങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അന്തർജനത്തിൻ്റെ നോവല് തീരുകയാണ്, 4-5 ചാപ്റ്ററേ ഉള്ളൂ. ഞാനിവിടെ തിരിച്ചു വന്നപ്പോൾ മേശക്കകത്തൊന്നുമില്ല. അപ്പോൾ സേതുവിന് ഒരു നോവൽ എഴുതരാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടതൊന്നും സാധിക്കില്ല, അങ്ങനെ എഴുതുന്ന ആളല്ല ഞാൻ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലതൊക്കെ. എന്നാൽ പക്ഷേ എനിക്കത് തൃപ്തി വന്നിട്ടില്ല, ഞാനത് മാറ്റി വെച്ച്. അപ്പോൾ ചോദിച്ച് കീറിക്കളഞ്ഞോ? ഇല്ല. ഞാൻ പറഞ്ഞു, മാറ്റി വെച്ചിരിക്കുക, എന്നാൽ ആദ്യമേ ഒന്ന് നോക്കൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ എനിക്ക് തോന്നി അദ്ദേഹം എന്തോ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ ഞെട്ടിയത് ഇതാണ്, ലളിതാംബിക അന്തർജനത്തിനെ പോലെ ഞങ്ങളൊക്കെ അമ്മയെ പോലെ കണ്ടിരുന്ന അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷിക്ക് ശേഷം പിന്തുടരാൻ പറ്റിയ ഒരാളാണോ ഞാൻ? 10 കൊല്ലമായിട്ടുള്ള അന്ന് ഞാൻ എഴുതി തുടങ്ങിയിട്ട്. പക്ഷെ എന്നെ വീഴ്ത്തിയത് ഒറ്റ കാര്യമാണ്. അദ്ദേഹം എന്തുകൊണ്ട് എന്നോട് ചോദിച്ചു, എത്രയോ എഴുത്തുകാരുണ്ട് മലയാളത്തിൽ, എൻ്റെ തലമുറയിൽ എത്രയോ എഴുത്തുകാരുണ്ട്, എന്തുകൊണ്ട് സേതുവിനോട് ചോദിച്ചു? അതിനുശേഷം ഞാൻ ശരിക്ക് ഈ ദേവി എന്ന കഥാപാത്രത്തെ പറ്റി ധ്യാനിക്കുകയായിരുന്നു. 4-5 ദിവസം എന്നെപ്പറ്റി ആലോചിച്ചപ്പോൾ എനിക്ക് ദേവിയുടെ വേറൊരു മുഖം കിട്ടി. ഇതാണ് ഒരു പത്രാധിപരുടെ മാജിക് ഞാൻ പറയുന്നത്. സുഭാഷ് ഇവിടെ ഉണ്ടല്ലോ. ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സാധാരണ വീട്ടമ്മയോ അല്ലെങ്കിൽ ഒരു സ്കൂൾ ടീച്ചറായ വീട്ടമ്മയായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം. ഈ ദേവിക്ക് ഒരു മാന്ത്രിക ശക്തിയുള്ളൊരു മുഖം വന്നത് അതിനുശേഷമുള്ള ധ്യാനത്തിലാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ MT വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഒരു 5-6 ചാപ്റ്റർ എനിക്ക് അയച്ചു തരൂ, ടൈറ്റിലും വേണം, ഒരു ഫോട്ടോയും വേണം. അപ്പം ഞാൻ ബാങ്കിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മുടെ NL ബാലകൃഷ്ണനെ വിളിച്ചിട്ട്, എൻ്റെ നല്ല സുഹൃത്താണ് ബാലകൃഷ്ണൻ, എൻ്റെ ഒരു ഫോട്ടോ എടുത്തു തന്നു. ആ ഫോട്ടോ ആയിട്ട് മാതൃഭൂമി ഇത് അനൗൺസ് ചെയ്യുമ്പോൾ 5-6 ചാപ്റ്റർ അവരുടെ കയ്യിലുള്ളൂ.
അപ്പോൾ എസ് നായർക്ക് അത് വെല്ലുവിളിയായി. ഇത് കഴിഞ്ഞ് ഇയാൾ എന്താ എഴുതാൻ പോകുന്ന ഒരു പിടിയില്ല. ചിത്രകാരൻ്റെ ഒരു പ്രശ്നമാണത്, കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ. പക്ഷേ അന്ന് ആ സമയത്ത് അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടാണ് പാണ്ഡവരും ഉണ്ടായത്. ഇന്നിപ്പോൾ പാണ്ഡവർ 10-12 ഭാഷയിൽ പോയി കഴിഞ്ഞു, ഫ്രഞ്ചിലും ജർമ്മനിലും ഒക്കെ പോയി കഴിഞ്ഞു, ബംഗാളിയിൽ പോലും സിനിമയായി. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ സ്വയം എഴുതപ്പെട്ട നോവലിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിൽ സേതു ഒരു ഉപകരണമായിരുന്നു. പക്ഷെ അതിന് പുറകിൽ നിന്നത് ഒരു പത്രാധിപരാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഭാഷയെപ്പറ്റി പലരും പറഞ്ഞു. എം ടിക്ക് ഒരു ഭാഷയേ ഉള്ളൂ, അത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്. വിജയനൊക്കെയാണ്, വിജയൻ നല്ല സുഹൃത്താണ്. ഡൽഹിയിൽ വെച്ച് ഖസാക്ക് എഴുതുന്ന കാലത്തൊക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, പല ചാപ്റ്ററിൻ്റെ കാര്യത്തിൽ തർക്കിച്ചിട്ടുണ്ട്. വിജയനൊക്കെ കൊത്തി ഉണ്ടാക്കുന്ന ഭാഷയാണ്. എം ടിക്ക് കൊത്തലൊന്നുമില്ല, അത് ഉള്ളിൽ നിന്ന് അങ്ങ് വരികയാണ്. അതൊരു അസാമാന്യമായ ശക്തിയാണ്. അതാണ് അദ്ദേഹത്തെ 70 കൊല്ലം നിലനിർത്തിയത്. തീർച്ചയായും.